ഹായ് ഫ്രണ്ട്സ്, ആന്റണിയുടെ അക്കാഡമിക്സിന്റെ ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണു ജിരഞ്ജൻ. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മത്സര പരീക്ഷകളിൽ സ്ഥിരം ചോദിക്കാറുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ടുകളും അത് നിലവിൽ വരുന്ന വർഷങ്ങളും ആണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട്, വിഡോ മാരേജ് ആക്ട്, ഇൻകം ടാക്സ് ആക്ട്, അങ്ങനെ ആക്ടുകൾ പലവിധം നമുക്ക് മത്സര പരീക്ഷകളിൽ ചോദിക്കാറുമുണ്ട്, നമ്മളെ കുഴപ്പിക്കാറുമുണ്ട്. നമുക്ക് ഇതിന്റെ കളക്റ്റീവ് ആയിട്ടുള്ള നോട്ട്സ് ഒന്നും ഒരിടത്തും അങ്ങനെ കിട്ടത്തില്ല. പക്ഷെ ഈ ക്ലാസ്സോടുകൂടി നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള എല്ലാ ആക്ടും അത് നിലവിൽ വന്ന വർഷങ്ങളും നമുക്ക് പഠിക്കാം. അപ്പോ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങൾ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലർ ആയിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഈ ക്ലാസ്സിന്റെയൊക്കെ നോട്ട്സ് വേണം എന്നുണ്ട് എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അവിടെ ജോയിൻ ചെയ്തോളൂ. ഈ ക്ലാസ്സിന്റെ നോട്ട് ഞാൻ അവിടെ അയച്ചേക്കാം. അത് മാത്രമല്ല, ഞങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സിന്റെ ലിങ്കും അവിടെയും ഷെയർ ചെയ്യാറുണ്ട്. അപ്പോ നിങ്ങൾക്ക് ക്ലാസ് മിസ്സാകത്തില്ല. എങ്കിൽ ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം കണക്ട് ചെയ്ത് 70s മുതൽ 74 വരെ വന്ന കുറച്ച് ആക്ടുകൾ പഠിക്കാം. എന്നിട്ട് അതിൽ നിന്നും കണക്ട് ചെയ്ത് മറ്റ് ആക്ടുകളിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് 1970s ക്ലീൻ എയർ ആക്ട് ആണ്. ഇങ്ങനെ ഓർത്തോളൂ, 70s 70കളിൽ ശുദ്ധമായിട്ടുള്ള എയർ ആയിരിക്കും. അന്ന് ഇത്രയും പൊല്യൂഷൻ ഒന്നും ഇല്ലല്ലോ. അങ്ങനെ കണക്ട് ചെയ്തോളൂ. അപ്പൊ ക്ലീൻ എയർ എപ്പോഴായിരുന്നു? 70s ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നല്ല എയർ കിട്ടുന്നത് എവിടെയായിരിക്കും? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമേഖല ഉള്ള മേഖല ഏതാണ്? നോർത്ത് ഈസ്റ്റ് ഏരിയയിലെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ. അപ്പൊ ക്ലീൻ എയർ ഏറ്റവും കൂടുതലുള്ള വടക്ക് കിഴക്കൻ ഏരിയയിൽ നിന്നാണ് അടുത്ത ആക്ട് വരുന്നത്. 71 നോർത്ത് ഈസ്റ്റ് ഏരിയ റീഓർഗനൈസേഷൻ ആക്ട്. നോർത്ത് ഈസ്റ്റ് ഏരിയയിലെ സംസ്ഥാനങ്ങൾ റീഓർഗനൈസ് ചെയ്തു. അങ്ങനെ റീഓർഗനൈസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ധാരാളം വനമേഖലകളുള്ള ഏരിയ ആണ്. അപ്പൊ അവിടെ ഉള്ള വൈൽഡ് ലൈഫിന് പ്രൊട്ടക്ഷൻ കൊടുക്കണം. അത് വെച്ച് കണക്ട് ചെയ്യാം. 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നു എന്ന് ഓർത്തോളൂ. നോർത്ത് ഈസ്റ്റ് ഏരിയ റീഓർഗനൈസ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത വർഷം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ കൊടുത്തു. അങ്ങനെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ കൊടുക്കുമ്പോൾ ഏത് മൃഗത്തിനായിരിക്കും കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത്? അത് ടൈഗറിനാണ്. തൊട്ടടുത്ത വർഷം പ്രോജക്ട് ടൈഗർ നിലവിൽ വന്നു. ഞാനിവിടെ എഴുതിയത് മാറിപ്പോയി, സോറി. പ്രോജക്ട് ടൈഗർ ആണ് 1973 നിലവിൽ വന്നത്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം. കാരണം ടൈഗറിന് ജീവിക്കാൻ ധാരാളം ടെറിട്ടറി വേണം. ഒരു ടെറിട്ടറിക്കുള്ളിൽ ഒരു ടൈഗർ മാത്രമേ കാണത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇണചേരേണ്ട സമയമാകുമ്പോൾ മാത്രമേ അത് ഇണയുമായിട്ട് ചേരത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്കാണ് ടൈഗറിന്റെ ജീവിതം. അപ്പോൾ ടൈഗറിനാണ് കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത്. എങ്ങനെയാണ് ടൈഗറിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്? അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലമായിരിക്കും, അല്ലേ? യെസ്, പൊല്യൂഷൻ ഇല്ലാത്ത ജലം ടൈഗറിന് എത്തിക്കുക. അങ്ങനെ കണക്ട് ചെയ്യാം. വാട്ടർ പൊല്യൂഷൻ ആക്ട് വരുന്നത് 1974 വാട്ടർ പൊല്യൂഷൻ ആക്ട്. ടൈഗറിന് പൊല്യൂഷൻ ഇല്ലാത്ത വാട്ടർ എത്തിക്കണം. തൊട്ടടുത്ത വർഷം എന്നോർത്തോളൂ വാട്ടർ പൊല്യൂഷൻ ആക്ട്. എങ്കിൽ 1974 വാട്ടർ പൊല്യൂഷൻ ആക്ട് വരുന്നത്. എങ്കിൽ എയർ പൊല്യൂഷൻ ആക്ട് വരുന്നത് എപ്പോ എന്ന് ചോദിച്ചാൽ ഈ 74 മൂന്നാമത്തെ അക്ഷരമായിട്ടുള്ള 7 കൂട്ടിക്കഴിഞ്ഞാൽ 1981. 74 നിന്നും 7 കൂട്ടിയാൽ 81 അല്ലേ? യെസ്, എയർ പൊല്യൂഷൻ ആക്ട് 1981. 7 വർഷത്തെ വ്യത്യാസമാണ്. വാട്ടർ പൊല്യൂഷൻ ആക്ട് ഓപ്പറേഷൻ ടൈഗറിന്റെ അടുത്ത വർഷം 1974 എങ്കിൽ 7 വർഷം കഴിഞ്ഞ് എയർ പൊല്യൂഷൻ ആക്ട് എന്നും കണക്ട് ചെയ്ത് ഓർത്ത് വച്ചോളൂ. എങ്കിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 എന്ന് നമ്മൾ നോക്കി. അത് കാട്ടിലുള്ള ജന്തു ജീവജാലങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന ആക്ട് ആണ്. എങ്കിൽ കാടിന് വേണ്ടി ആദ്യമായിട്ടൊരു ആക്ട് നിലവിൽ വന്നത് എപ്പോ എന്ന് ചോദിച്ചാൽ 1972 ലാസ്റ്റ് 2 നമ്പർ എത്രയാ? 72. അത് തിരിച്ചിട്ടാൽ 27 ആവും. 1927 ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് നിലവിൽ വരുന്നത്. ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് നിലവിൽ വരുന്നത് 1927 എന്ന് ഓർത്തോളൂ. എങ്കിൽ ഞാൻ പറഞ്ഞു പ്രോജക്ട് ടൈഗർ ആണ് 1973 വരുന്നത്. ടൈഗറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രോജക്ട് ടൈഗർ പദ്ധതി വരുന്നത്. പിന്നെയും അത് കഴിഞ്ഞിട്ട് 21ാം നൂറ്റാണ്ടിലോട്ടാവുമ്പോൾ ടൈഗറിന് പിന്നെയും വന്നിട്ട് കഷ്ടകാലമായി എന്ന് ഓർത്തോളൂ. അപ്പൊ ടൈഗർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വരുന്നത് 21ാം നൂറ്റാണ്ട്, നമ്മളിപ്പോ ജീവിക്കുന്ന ഈ നൂറ്റാണ്ടില്
2006 ടൈഗർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വരുന്നത് 2006. അപ്പോ വന്നത് പ്രോജക്ട് ടൈഗർ ആണ്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അടുത്ത വർഷം. എങ്കിൽ ടൈഗർ പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നത് 2006. ആ ടൈഗറിൽ ഒരു 6 ഉണ്ട്, ഈ 2006 ഒരു 6 ഉണ്ട്. അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. എങ്കിൽ ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വരുന്നത് 80s എന്നും ഓർത്തോളൂ. 80s എന്നാൽ 1980. 70s ക്ലീൻ എയർ, 80s ഫോറസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്തു 10 വർഷം കഴിഞ്ഞപ്പോൾ. നമ്മൾ ആദ്യം നോക്കിയത് 27 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് ആണ്, അതിൽ പ്രൊട്ടക്ഷൻ ഒന്നുമില്ല. എന്നാൽ 1980 ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നു എന്ന് ഓർത്തോളൂ. ഈ രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കാമല്ലോ. എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ട് ആണ്, നോക്കി വെക്കൂ. എങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത് നോക്കാനായിട്ടുള്ളത് ബാങ്കിങ് ആക്ട് 1949. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ആക്ട് ആണ്. ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത് നിങ്ങൾക്കറിയാം 1950 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ ഒരുപാട് ആഘോഷങ്ങളൊക്കെ നടക്കും. അപ്പൊ പൈസ വേണം. അപ്പൊ അതിനും ഒരു വർഷം മുമ്പേ തന്നെ ബാങ്കിങ് ആക്ട് കൊണ്ടുവന്ന് ബാങ്ക് ഒക്കെ തട്ടിക്കൂട്ടി. ഇങ്ങനല്ലേ പൈസയൊക്കെ അച്ചടിച്ചിറക്കാൻ പറ്റൂ. അങ്ങനെ കോർഡിനേറ്റ് കണക്ട് ചെയ്തോളൂ. അപ്പൊ റിപ്പബ്ലിക് ആവുന്നതിന് ഒരു വർഷം മുന്നേ ബാങ്കിങ് ആക്ട് 1949 നിലവിൽ വന്നു എന്നും ഓർത്തോളൂ. ഇത് കഴിഞ്ഞിട്ട് ഓരോ 6 വർഷം കൂടുമ്പോഴത്തേക്കും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ട് കണക്ട് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. നമുക്ക് നോക്കാം. 1949 നിന്നും 6 കൂട്ടിയാൽ 1955. അപ്പോഴാണ് ഹിന്ദു മാരേജ് ആക്ടും സിറ്റിസൺഷിപ്പ് ആക്ടും നിലവിൽ വരുന്നത്. കോഡിലൂടെ ഇങ്ങനെ കണക്ട് ചെയ്തോളൂ. 5 എന്നാൽ 50-50. ഒരു കല്യാണത്തിന് പുരുഷന്റെയും സ്ത്രീയുടെയും പങ്കാളിത്തം ജീവിതമാകുമ്പോൾ 50-50 അല്ലേ, രണ്ടുപേരും ഈക്വൽ അല്ലേ. അപ്പൊ അന്നത്തെ കാലത്ത് 50-50 അല്ല 5-5 ആയിരുന്നു എന്ന് ഓർത്തോളൂ. അതാണ് 1955 5-5 ഹിന്ദു മാരേജ് ആക്ട് 1955. അപ്പോ ആ സമയത്ത് ഹിന്ദുക്കൾ എല്ലാവരും കല്യാണം കഴിച്ചിരുന്നത് ഇന്ത്യൻ സിറ്റിസണിനെയാണ്. അധികമാർക്കും വിദേശത്തൊന്നും പോകാനുള്ള സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ കൂടുതലും ഇന്ത്യൻ സിറ്റിസണിനെയാണ് കല്യാണം കഴിച്ചിരുന്നത്. അത് വെച്ച് ഇങ്ങനെ കണക്ട് ചെയ്തോളൂ. സിറ്റിസൺഷിപ്പ് ആക്ടും വരുന്നത് 1955. 49 കഴിഞ്ഞ് 6 കൂട്ടാം, അപ്പൊ 1955 ആവും. അല്ലെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി, 50-50 അല്ലെങ്കിൽ 5-5 വെച്ചിട്ട് ഹിന്ദു മാരേജ് ആക്ട്, പിന്നെ സിറ്റിസൺഷിപ്പ് ആക്ട്. ഇതും കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത 6 വർഷം കഴിഞ്ഞപ്പോ 1961 പരസ്പരം തുല്യരാണ്, ഈക്വൽ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 6 വർഷം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുക്കന്റെ സ്വഭാവം മാറി. അവൻ ഡൗറി ചോദിച്ചു. ഇനി സഹിക്കാൻ പറ്റൂല, എനിക്ക് ഡൗറി വേണം, കാരണം എനിക്കിപ്പോ ജോലിയും കൂലിയൊന്നുമില്ല, നിങ്ങൾ ഡൗറി കിട്ടുന്നാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് ഓർത്തോളൂ. അപ്പോ 1955 നിന്നും 6 വർഷം കഴിഞ്ഞ് ഡൗറി പ്രൊഹിബിഷൻ ആക്ട്, ഡൗറി സ്ത്രീധന നിരോധന നിയമമാണ് കൊണ്ടുവരുന്നത് 1961. അപ്പൊ പെൺകുട്ടിയുടെ അച്ഛന് വാശിയാവും അല്ലേ, 50-50 എന്നൊക്കെ പറഞ്ഞ് മാരേജ് ചെയ്തിട്ട് 5-5 എന്നാണ് 1955. ഇപ്പൊ നീ ഡൗറി ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഡൗറി കൊടുക്കും. ഡൗറി കൊടുത്തിട്ട് നേരെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ച് അറിയിക്കും. അപ്പൊ അതേ 1961 തന്നെ ഡൗറി പ്രൊഹിബിഷൻ ആക്ട്, സ്ത്രീധന നിരോധനം വന്നപ്പോ തന്നെ ഇൻകം ടാക്സ് ആക്ടും വന്നു. തൊട്ടടുത്ത് തന്നെ കല്യാണ ചെക്കനെ ഇൻകം ടാക്സുകാർ പൊക്കും. ഈ കാശ് നിനക്ക് എവിടെ നിന്നാണ് എന്ന് പറഞ്ഞിട്ട് നേരെ തൂക്കും എന്നും ആലോചിച്ചോളൂ. അപ്പൊ 1949, 55, 61 അങ്ങനെ 6 വർഷത്തെ ഇടവേളയിൽ വന്ന ഇത്രയും ആക്ടുകൾ കണക്ട് ചെയ്യാലോ ഈസി ആയിട്ട്. എങ്കിൽ അടുത്ത നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യസ് ആറ്റോമിക് എനർജി ആക്ട് 1962. ഒന്നുകിൽ ഇങ്ങനെ കണക്ട് ചെയ്തോളൂ. നമ്മൾ ആദ്യത്തെ റോക്കറ്റ് തുമ്പയിൽ നിന്നും നമ്മൾ വിക്ഷേപിക്കുന്നത് 1963 നിക്കി അപ്പാച്ച് അല്ലെ, ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച റോക്കറ്റ് ആണ് 1963. എന്നാൽ അതിനും ഒരു വർഷം മുന്നേ റോക്കറ്റ് ഒക്കെ വിക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ ആറ്റോമിക് എനർജി വേണ്ടേ? യെസ്, ഇന്ത്യ ആറ്റോമിക് എനർജി ആക്ട് 1962 നിലവിൽ വന്നു എന്നും ഓർത്തോളൂ. അല്ലെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്തോളൂ. ഇൻകം ടാക്സ് ആക്ട്, അവര് വന്നിട്ട് ഈ പൈസ എവിടെയെന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു എന്റെ സ്വന്തം ആറ്റോമിക എനർജിയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് എന്ന്. അത് വെച്ചിട്ട് അടുത്ത വർഷം 1962 ഇന്ത്യസ് ആറ്റോമിക് എനർജി ആക്ട്. രണ്ടിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾ കണക്ട് ചെയ്തോ. അടുത്ത് നോക്കാനുള്ളതാണ് ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് 1856. 1955 ഹിന്ദു മാരേജ് ആക്ട് എന്ന് ഞാൻ പറഞ്ഞു. അതിനും 99 വർഷം മുന്നേ, ഓൾമോസ്റ്റ് 100 റൗണ്ട് ചെയ്ത് അങ്ങനെ വേണമെങ്കിലും പറയാം, 100 അല്ലെങ്കിൽ 99 വർഷം മുന്നേ 1856. 1955 നിന്ന് 100 വർഷം പിറകെ എപ്പോഴായിരിക്കും? 1855-56 കാലഘട്ടം അല്ലേ? യെസ്, 1856
ഹിന്ദു വിധവകൾക്ക് പുനർവിവാഹം ആക്ട് കൊണ്ടുവന്നത്. അതിൽ നിന്നും 100 വർഷം കഴിഞ്ഞാൽ ഹിന്ദു മാരേജ് ആക്ട് വന്നു. അതിനും 100 വർഷം പിന്നെയാണെങ്കിൽ ഹിന്ദു വിധവകൾക്ക് പുനർവിവാഹ നിയമം കൊണ്ടുവന്നു. അത് ഹൗസിൽ വെച്ചാണ് ആ വിവാഹങ്ങൾ നടത്തിയിരുന്നതെന്ന് ഓർത്തോളൂ. വിധവയായിട്ടുള്ള സ്ത്രീകൾക്ക് ഹൗസ് എന്നാൽ ഡെൽ ഹൗസി എന്ന് ഓർത്തോളൂ. ഡെൽ ഹൗസിയുടെ കാലഘട്ടത്തിലാണ് ഹിന്ദു വിഡോ റീമാരേജ് ആക്ട്. അദ്ദേഹമാണ് അതിന്റെ കരട് തയ്യാറാക്കുന്നത്. എന്നാൽ അത് നിലവിൽ വരുന്നത് കാനിങ് പ്രഭുവിന്റെ കാലഘട്ടത്തിൽ. ഗവർണർ ജനറൽമാരും വൈസ്രോയിയും എന്ന ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു നോക്കണം. ഇതെല്ലാം അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കോഡിലൂടെ സമരൻ ബദ്ലയം സിനിമയിലൊക്കെ കഥ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് വരുന്നത് 1856 എങ്കിൽ മോണോപോളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് MRTP ആക്ട് വരുന്നത് 1969. ഗാന്ധിജി ജനിക്കുന്നത് 1869. അത് കഴിഞ്ഞ് 100 വർഷം കഴിയുമ്പോഴത്തേക്കും 1969 മോണോപോളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട് നിലവിൽ വരുന്നത്. ഇത് എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോണോപോളി എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യാപാരത്തിലുള്ള ഏകാധിപത്യം തടയുക. എല്ലാ വ്യാപാരികൾക്കും വ്യാപാരം ചെയ്യാനുള്ള ഈക്വൽ ആയിട്ടുള്ള സമത്വം വേണമല്ലേ? അങ്ങനെ ഏകാധിപത്യം തടഞ്ഞ് ട്രേഡിലൊക്കെയുള്ള മോണോപോളീസ് തടയുന്ന ആക്ട് ആയിരുന്നു. ഗാന്ധിജി ജനിച്ച് 100 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം എല്ലാവർക്കും സമത്വത്തിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പോൾ ഈ ട്രേഡിലുള്ള മോണോപ്പൊളിയും അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ടും 1969 അദ്ദേഹം ജനിച്ച് 100 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും നിലവിൽ വന്നു എന്ന് ഓർത്തോളൂ. എങ്കിൽ കോസ്റ്റ് ഗാർഡ് ആക്ട് 1978. കോസ്റ്റ് ഗാർഡിലെ ആ ലാസ്റ്റ് 2 ലെറ്റേഴ്സ് എന്താണ്? എസും ടിയും. അതിലെ ഈ എസ് 7 എന്നും ടി 8 എന്നും ഓർത്തോളൂ. അതാണ് 1978 കോസ്റ്റ് ഗാർഡ് ആക്ട് കണക്ട് ചെയ്യാമല്ലോ. എങ്കിൽ അടുത്ത് നോക്കാനുള്ളത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986, പിന്നെ കൺസ്യൂമർ റൈറ്റ് ആക്ട് 2015. രാജീവ് ഗാന്ധി അധികാരത്തിലേറുന്നത് ഓൾമോസ്റ്റ് 1984-85 കാലഘട്ടത്തിലാണ് അല്ലേ? 84 ഈ സിഖ് കലാപവും പ്രശ്നത്തിനൊക്കെ ശേഷം ഇന്ദിരാഗാന്ധി മരണപ്പെടും. അതിനുശേഷം 85 കാലഘട്ടത്തിലാണ് രാജീവ് ഗാന്ധി അധികാരത്തിലൊന്ന് ഉറപ്പിക്കുന്നത്. അപ്പൊ അദ്ദേഹം വന്ന് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും കൺസ്യൂമർമാർക്ക് പ്രൊട്ടക്ഷൻ നൽകി. അദ്ദേഹം പ്രൊട്ടക്ട് ചെയ്തു. യങ് ആയിട്ടുള്ള പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ. അപ്പൊ യങ് ആയിട്ടുള്ള ആള് എപ്പോഴും വന്നിട്ട് ചോരത്തിളപ്പ് കൂടുതലാണ്, പ്രൊട്ടക്ട് ചെയ്യും എന്ന് ഓർത്തോളൂ. 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് രാജീവ് ഗാന്ധി. എന്നാൽ കൺസ്യൂമറിന്റെ റൈറ്റിന് വേണ്ടി നിന്നതാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോഡി. അദ്ദേഹം 2014 അധികാരത്തിൽ വന്നത്. അദ്ദേഹം വന്ന് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും കൺസ്യൂമറുടെ റൈറ്റ് അദ്ദേഹം നേടിക്കൊടുത്തു. ആണ് കൺസ്യൂമർ റൈറ്റ് ആക്ട്. കൺസ്യൂമർമാർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തത് യങ് ആയിട്ടുള്ള പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം കയറി 1 വർഷം കഴിഞ്ഞപ്പോൾ 1986. എങ്കിൽ കൺസ്യൂമർമാരുടെ റൈറ്റ് നേടിക്കൊടുത്തത് ഇപ്പോഴുള്ള പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്ര ദാമോദർ ദാസ് മോഡി. 2014 അദ്ദേഹം കയറുന്നത്. 2015 കൺസ്യൂമർ റൈറ്റ് ആക്ട് അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. എങ്കിൽ മോട്ടോർ വെഹിക്കിൾ ആക്ട്, ഈ ആക്ട് വെച്ചിട്ട് നമുക്ക് ധാരാളം ആക്ട് കണക്ട് ചെയ്യേണ്ടതുണ്ട്. മോട്ടോർ വെഹിക്കിളിലൊക്കെ ആ കാലത്ത് ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ 2 എട്ടെടുത്ത് കൊടുക്കണം എന്ന് ഓർത്തോളൂ. നമുക്ക് ഇന്ന് 2 വീലർ ലൈസൻസ് കിട്ടാൻ 8 എടുക്കണം അല്ലേ? ഞാൻ കോഡനായിട്ട് പറയുന്നതാണ്. ആ കാലത്തില് എല്ലാ മോട്ടോറിനും വന്നിട്ട് ലൈസൻസ് കിട്ടാനായിട്ട് 2 എട്ടെടുത്ത് കൊടുക്കണം. ആണ് മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988. ഈ ആക്ട് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് പാൽ കർഷകർക്കാണ് എന്ന് കോഡിനായിട്ട് ചുമ്മാ ഓർത്തോളൂ. ഞാൻ കണക്ട് ചെയ്തു തരാം. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ആക്ട് വരുന്നത് 1887. ഡയറി ഡെവലപ്മെന്റ് എന്നാൽ ക്ഷീരോത്പാദനവുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? പാലിൽ നിന്നുള്ള പ്രോഡക്റ്റ് നമ്മുടെ മിൽമ, അമൂലൊക്കെ വെച്ചിട്ട് ഓർത്താൽ മതി. അപ്പൊ ഇതൊക്കെ നാട്ടിൽ എല്ലായിടവും എത്തിക്കണം എന്നുണ്ടെങ്കിൽ ലോറിയിലല്ലേ? ഇപ്പൊ പാല് വണ്ടിയൊക്കെ ലോറിയിലല്ലേ കൂടുതലും വരുന്നത്? യെസ്. അപ്പോ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ആക്ട് 1887 തുടങ്ങി. അത് കഴിഞ്ഞിട്ട് 1 വർഷം എല്ലാവർക്കും വെഹിക്കിളിൽ ട്രെയിനിങ് കൊടുത്തിട്ട് തൊട്ടടുത്ത വർഷം 2 എട്ടെടുത്ത് കൊടുത്തതിന് ശേഷമാണ് പാല് വെഹിക്കിൾസിൽ എല്ലായിടത്തും എത്തിച്ചതെന്ന് ഓർത്തോളൂ. 1888 മോട്ടോർ വെഹിക്കിൾ ആക്ട് വന്നു. അപ്പോ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ആക്ട് വന്നതിന് ശേഷം 1 വർഷം വെയിറ്റ് ചെയ്തു ലൈസൻസ് എടുക്കാൻ മോട്ടോർ വെഹിക്കിൾ ആക്ട് അങ്ങനെ കണക്ട് ചെയ്യാലോ. എങ്കിൽ തൊട്ടടുത്ത വർഷം മറ്റൊരു വെഹിക്കിളുമായിട്ട് ബന്ധപ്പെട്ട സംഭവം വന്നു. അതാണ് ഇന്ത്യൻ റെയിൽവേ ആക്ട് 1989. ഇന്ത്യൻ റെയിൽവേ ആക്ട് 1989. എന്നാൽ ആ റെയിൽവേ വന്നതിന് 5 വർഷത്തിന് ശേഷമാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് പാസ് ചെയ്യുന്നത്. അതിനു മുന്നേ ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി ആക്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നോക്കാം. എയർപോർട്ട് അതോറിറ്റി ആക്ട് പാസ്സാവുന്നത് റെയിൽവേക്കും 5 വർഷത്തിന് ശേഷം 1994. അതിലൂടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ 1995 നിലവിൽ വന്നു. എന്നാൽ ഞാൻ പറഞ്ഞു ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ആക്ട്
അത് വരുന്നത് 1971 അത് ഇന്റർനാഷണൽ എന്നുണ്ട്. S-1 വിമാനമൊക്കെ കേട്ടിട്ടില്ലേ? റഷ്യയുടെ ആണെന്ന് തോന്നുന്നു S-1 വിമാനങ്ങൾ എന്നൊക്കെ. S-1 എന്നാൽ ഇന്റർനാഷണൽ ആണ്. ആ എസ് ആണ് ഈ 7 എന്നും 1 എന്നാൽ ഈ 1 തന്നെ. അങ്ങനെ 71 എന്നോർത്തോളൂ. ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി ആക്ട് വരുന്നത് 1971 എന്നാൽ എയർപോർട്ട് അതോറിറ്റി ആക്ട് വരുന്നത് 1994 ഇന്ത്യൻ റെയിൽവേ ആക്ടും വന്ന് 5 വർഷം കഴിഞ്ഞിട്ടാണ് എന്നും ഓർത്തോളൂ. എങ്കിൽ ഞാൻ പറഞ്ഞു ആ ആക്ട് പ്രകാരം നിലവിൽ വരുന്നതാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. അത് 1995 വരുന്നത്. ആക്ട് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞതിന് ശേഷം. എങ്കിൽ ഇതിനും 10 വർഷം മുന്നേ വരുന്നതാണ് ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യ. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ 1995. അതിൽ നിന്നും 10 വർഷം മുന്നേ 1985 ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യ. മറ്റാണെന്നുണ്ടെങ്കിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇത് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഒന്ന് എയർ, അതിനും 10 വർഷം മുന്നേ വാട്ടർ. അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. എങ്കിൽ അടുത്തതിലേക്ക് പോവാം. അടുത്ത് നോക്കാനുള്ളതാണ് സെബി. 1992 സെബി ആക്ട് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടത്. മണി. ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവരുന്നത് നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ്. അപ്പോഴത്തെ ഫൈനാൻസ് മിനിസ്റ്റർ മൻമോഹൻ സിംഗ് ആണ്. അവരുടെ കൂട്ടുകെട്ടിലാണ് പുത്തൻ സാമ്പത്തിക നയം, ലിബറലൈസേഷൻ ഒക്കെ കൊണ്ടുവന്നല്ലേ. ആ സമയത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ചും ധാരാളം വളർന്നു എന്ന് ഓർത്തോളൂ. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി ആക്ട് 1992. സെബി നിലവിൽ വരുന്നത് 1988 എന്നാൽ സ്റ്റാറ്റ്യൂട്ടറി പദവി കിട്ടുന്നതാണ് 1992 ഈ ആക്ടിലൂടെ. ഈ സെബിയിലെ ഈ ഇയും ബിയും 8 പോലെയല്ലേ ഇരിക്കുന്നത്, 2 8 എന്നോർത്തോളൂ. അതാണ് 1988 ആ 2 8. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചോളൂ. എങ്കിൽ എനർജി കൺസർവേഷൻ ആക്ട് വരുന്നത് 2001. കോഡിനായിട്ട് ഇങ്ങനെ ഓർത്തോളൂ. 2000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ മില്ലേനിയമായി. പിന്നെ അങ്ങോട്ട് 1900 ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ 2000, അതിനുശേഷം അങ്ങോട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ പുത്തൻ എനർജി വേണം. അതിനുള്ള വഴി കണ്ടെത്തണം. അതാണ് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2001, 2002, 2003 നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. എനർജിക്കായിട്ട് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയിൽ നിന്നും ഇലക്ട്രിസിറ്റി കണ്ടെത്തി 2000 മില്ലേനിയം ആയപ്പോൾ. എന്താണ് 2000 മില്ലേനിയമായി 1 വർഷം കഴിഞ്ഞപ്പോൾ 2001 എനർജി കൺസർവേഷൻ ആക്ട് വന്നു. എന്നിട്ട് എന്താ പറഞ്ഞത്? ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയിൽ നിന്നാണ് ഇലക്ട്രിസിറ്റി കണ്ടെത്തിയത്. യെസ്, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002. പിന്നെ 2003 ഇലക്ട്രിസിറ്റി ആക്ട്. അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. 2000 ശേഷം 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പുത്തൻ എനർജിയുമായിട്ടുള്ള പരിപാടി കൊണ്ടുവന്നു. എനർജി കൺസർവേഷൻ ആക്ട്, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002, ഇലക്ട്രിസിറ്റി ആക്ട് 2003. ഓക്കെ അല്ലേ? എങ്കിൽ 2005, 2006, 2007 നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. റൈറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിരുന്നാൽ മാത്രമേ ഡിസാസ്റ്റർ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ. ദുരന്തങ്ങളൊക്കെ തടയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തീവ്രവാദി അറ്റാക്ക് അങ്ങനെ പല ദുരന്തങ്ങളും വരും. സുനാമി വരുമ്പോഴത്തേക്കും മുന്നേ അറിയാൻ വേണ്ടി പറ്റും. അപ്പോ ദുരന്തങ്ങൾ തടയണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കണം. യെസ്, 2005 അതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വരുന്നത് 2005. റൈറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയാൽ നമുക്ക് ദുരന്തം തടയാൻ പറ്റും. യെസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005. അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. എങ്കിൽ എന്ത് ദുരന്തമാണ് തടുക്കാനായിട്ട് പോകുന്നത്? അത് തൊട്ടടുത്ത വർഷം 2006 മൈക്രോ സ്മാൾ മീഡിയം എന്റർപ്രൈസ് ഡെവലപ്മെന്റ് ആക്ട് വരുന്നത് 2006. പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ടും വരുന്നത് 2006. അതിങ്ങനെ കണക്ട് ചെയ്യാം. എന്ത് ദുരന്തമാണ് തടുക്കാനായിട്ട് പോകുന്നതെന്നാണ് ചോദിച്ചത്. മൈക്രോ സ്മാള് മീഡിയം സൈസിലുള്ള കൊച്ചു കുട്ടികളുടെ മാരേജ് മുൻകൂട്ടി കണ്ട് തടുക്കാനായിരുന്നു പരിപാടി. യെസ്, 2006 മൈക്രോ സ്മാൾ മീഡിയം എന്റർപ്രൈസ് ഡെവലപ്മെന്റ് ആക്ട് വരുന്നത്. അത് കുട്ടികളുടെ സൈസാണ് എന്നോർത്തോളൂ. ചൈൽഡ് മാരേജ് പ്രൊഹിബിറ്റ് ചെയ്തതും 2006. ഇതേ 2006 ടൈഗർ പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നത്. അതെന്നുണ്ടെങ്കിൽ ചൈൽഡ് മാരേജ് പ്രൊഹിബിറ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് അയ്യപ്പനെ വെച്ച് ഓർത്തോളൂ. അയ്യപ്പനും ചൈൽഡ് ആയിരുന്നു, ബ്രഹ്മചാരിയായിരുന്നു, പുലിപ്പുറത്തല്ലേ വരുന്നത്. യെസ്, അതൊക്കെ 2006 എന്ന് ഓർത്ത് കണക്ട് ചെയ്തോളൂ. അപ്പോ 2006 മൈക്രോ മീഡിയം സ്മാൾ സൈസിലുള്ള കുട്ടികളുടെ മാരേജും തടുത്തു. ഇനി എന്താണ്? ഇനി ഇതും കേൾക്കാതെ വീണ്ടും അതിനുവേണ്ടി തുനിഞ്ഞു കഴിഞ്ഞാൽ ആംഡ് ഫോഴ്സ് ട്രൈബ്യൂണൽ ആക്ടും സഹസ്ര സീമാ ബിൽ ആക്ടും. SSB അല്ലേ? ആംഡ് ഫോഴ്സുമായിട്ട് SSB സഹസ്ര സീമാ ബില്ലിലെ സൈനികന്മാർ വരും എന്ന് ഓർത്തോളൂ. അത് രണ്ടും 2007 കണക്ട് ചെയ്യാലോ. ആംഡ് ഫോഴ്സ് ട്രൈബ്യൂണൽ ആക്ട് 2007, സഹസ്ര സീമാ ബിൽ
ആക്ട് 2007 സഹസ്ര സീമ ബെൽ ആക്ട്. അപ്പൊ കണക്ട് ചെയ്യാലോ. 2005 ഡിസാസ്റ്റർ മാനേജ്, ദുരന്തം തടുക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ വരണം. യെസ്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് വന്നു. എന്നാൽ തൊട്ടടുത്ത വർഷം എന്ത് ദുരന്തമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. മൈക്രോ സ്മാൾ മീഡിയം എന്റർപ്രൈസസ് ഡെവലപ്മെന്റ് ആക്ട് വരുന്നുണ്ട്. പിന്നെ പ്രൊവിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട്. എന്ത് ദുരന്തം എന്നാൽ നമ്മൾ ഇങ്ങനെയാണ് കണക്ട് ചെയ്തത്. മൈക്രോ സ്മാൾ മീഡിയം ആയിട്ടുള്ള കുട്ടികളുടെ ചൈൽഡിന്റെ മാരേജ് തടുക്കാൻ നോക്കി. യെസ്, 2006. അത് മാത്രമല്ല ടൈഗർ പ്രൊട്ടക്ഷൻ ആക്ടും പറഞ്ഞു. അത് ഈ കുട്ടി നിത്യബ്രഹ്മചാരിയാണ് എന്നും ആ പുലി എന്നാൽ ടൈഗർ എന്നും വെച്ചും കണക്ട് ചെയ്യാനാണ് പറഞ്ഞത്. എങ്കിൽ 2007 പിന്നെയും കേൾക്കാതെ ഈ ക്രൈം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആംഡ് ഫോഴ്സുമായിട്ട് സഹസ്രസീമ ബെല്ലിലുള്ള സൈനികർ എത്തും എന്ന് ഓർത്തോളൂ. അത് 2007 എങ്കിൽ ഇനി നോക്കാനുള്ളത് 2010, 13, 16. ഓരോ 3 വർഷം കൂടുമ്പോൾ സമാന്തര ശ്രേണി പോലെ ഇങ്ങനെ ഓർത്തോളൂ. ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട് 2010, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ, ദേശീയ ഹരിത ട്രൈബ്യൂണൽ ആക്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരം ചോദിക്കാറുണ്ട്. ഗ്രീൻ ട്രൈബ്യൂണൽ ഹരിത വിഭവങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ വനം എല്ലാം വന്നിട്ട് സംരക്ഷിക്കണം എന്നല്ലേ 2010. അങ്ങനെ വനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ധാരാളം നാഷണൽ ഫുഡ്സ് അവിടെ ഉണ്ടാകും എന്ന് ഓർത്തോളൂ. അപ്പോൾ നാഷണൽ ഫുഡ്സ് വനങ്ങളിൽ ഉണ്ടാകും, അതും കഴിച്ചിട്ടാണ് സംരക്ഷിക്കുന്നത്. അങ്ങനെ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും വെള്ളം ദാഹം വരും. അപ്പൊ വന ഏരിയയിലല്ലേ, അവിടെ ധാരാളം നാഷണൽ വാട്ടർവേയും ഉണ്ട്, അവിടെ നിന്ന് വെള്ളവും കുടിക്കും എന്നും ഓർത്തോളൂ. 2010 നിന്ന് 3 കൂട്ടിയാൽ 13, പിന്നെയും 3 കൂട്ടിയാൽ 16. യെസ്, 2010 നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട് വന്നു. എന്നാൽ 3 വർഷം കഴിഞ്ഞ് അവിടെ നിന്ന് ഫുഡ് കിട്ടുമെന്നാണ് പറഞ്ഞത്. 2013 നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്. 2013 പിന്നെയും 3 വർഷം കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചാൽ വെള്ളം ദാഹിക്കും, അവിടെ ധാരാളം വാട്ടർ വേസ് ഉണ്ട്. യെസ്, 2016 നാഷണൽ വാട്ടർ വേ 2016. ഇതിന് 31 വർഷങ്ങൾക്ക് മുന്നേ 1985 ഞാൻ പറഞ്ഞത് ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി നിലവിൽ വന്നു എന്ന്. ഇത് നാഷണൽ വാട്ടർ വേ 2016, അത് ഇൻലാൻഡ് ആണ്. ഓക്കെ അല്ലേ? എങ്കിൽ 2017 ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST നിലവിൽ വരുന്നത്. 2017 GST ആക്ട് നിലവിൽ വരുന്നത്. ആ എസ് ഉണ്ടല്ലോ GSTയിലെ നടുക്കുള്ള എസ്, ഈ എസ് ആണ് 17 എന്ന് ഓർത്തോളൂ. 2017 വരുന്നത്. ആ 17 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എസ് ആണ് എന്ന് ഓർത്തോളൂ. അപ്പൊ GST ആക്ട് ആ എസ് വെച്ചിട്ട് 2017 എന്ന് കണക്ട് ചെയ്തോളൂ. എങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ആൻഡ് എനർജി ആക്ട് വരുന്നതും 2017. പെട്രോളിയം GSTയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ GSTയുമായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു സംഭവമാണ് ആ വർഷം വരുന്നതെന്നും ഓർത്തോളൂ. പെട്രോളിയവും മദ്യമൊന്നും GSTയുടെ കണക്കിൽ പെടത്തില്ലല്ലേ, അതിൽ പെട്രോളിയം കണക്ട് ചെയ്തോളൂ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ആൻഡ് എനർജി ആക്ട് 2017 GSTയിൽ ഉൾപ്പെടാത്തത് എന്താണ്? പെട്രോള്. അപ്പോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ആൻഡ് എനർജി ആക്ടും GST വന്ന ആ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 അതേ വർഷം തന്നെ വന്നു എന്നും ഓർത്തോളൂ. ഇനി നോക്കാനുള്ളതാണ് ഇന്ത്യൻ ഫാർമേഴ്സ് ആക്ട് 2020. കർഷക സമരമൊക്കെ നടന്നത് നിങ്ങൾക്കറിയാം. ആ സമയത്ത് വന്നിട്ട് ഡൽഹിയിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇത് കോവിഡ് കാലഘട്ടത്തിലാണ് വന്നത് എന്ന് ഓർത്തോളൂ. അപ്പൊ 2020 ഇന്ത്യൻ ഫാർമേഴ്സ് ആക്ട് നിലവിൽ വരുന്നത് 2020. അപ്പൊ കോവിഡുമായിട്ട് ബന്ധപ്പെടുത്തി കണക്ട് ചെയ്തോളൂ. ഇത്രയും ആക്ട് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുള്ളത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ട് ആണ്. പരീക്ഷകളിൽ ഇത് ചോദിക്കും, ഇത് വന്ന വർഷങ്ങൾ ചോദിക്കും. അപ്പോ നിങ്ങൾ പഠിച്ചിരിക്കുക. എന്നാൽ ആവുന്ന വിധം മാക്സിമം ഞാൻ കണക്ട് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. എഴുതിയെടുത്ത് ഞാൻ പറഞ്ഞു വന്നതുപോലെ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ 1 2 പ്രാവശ്യം നോക്കിയാൽ മതി, പിന്നെ മറക്കത്തില്ല. ആ മാർക്ക് നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ക്ലാസ് അവസാനിക്കുന്നതിന് മുന്നേ നമ്മൾ ഇന്ത്യയുടെ ഭരണഘടന എന്ന ഭാഗത്ത് നിന്നിട്ടുള്ള 448 ആർട്ടിക്കിളും കോഡിലൂടെ സെറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. മത്സര പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്, നിങ്ങൾ കാണണം. നിങ്ങൾക്ക് ഒരിക്കലും ഇനി ആ ഭാഗത്തു നിന്നുള്ള ക്ലാസ് മിസ്സാവത്തില്ല. അത് കണ്ടു കഴിഞ്ഞാൽ അത് മാത്രമല്ല 106 ഭേദഗതിയിൽ നിന്നും നമുക്ക് പഠിക്കേണ്ട എല്ലാ ഭേദഗതികളും നമ്മൾ കോഡിലൂടെ സെറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഷെഡ്യൂളുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, ലിസ്റ്റുകൾ നമ്മൾ സിനിമാ കഥയിലൂടെയാണ് പഠിച്ചത്, ഭരണഘടനാ നിർമ്മാണ സമിതിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ്സുകളെല്ലാം നമ്മുടെ പ്ലേലിസ്റ്റില് പൊളൈറ്റി, ഇന്ത്യൻ പൊളൈറ്റി എന്ന ഭാഗത്ത് ഞാൻ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ മിസ് ചെയ്യരുത്. അത് മാത്രമല്ല സയൻസിൽ നിന്നും ജോഗ്രഫിയിൽ നിന്നുമൊക്കെ മാത്സിൽ നിന്നുമൊക്കെ ധാരാളം ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാ ക്ലാസ്സുകളും കാണൂ. ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അവിടെ എല്ലാ ക്ലാസ്സും ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഈ ക്ലാസ്സിന്റെയൊക്കെ നോട്ടും അവിടെ ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾ അവിടെ ജോയിൻ ചെയ്തോളൂ. അത് മാത്രമല്ല നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം ഇത് തന്നെ ആയിരുന്നാലും നിങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. മൈ നെയിം ഈസ് വിഷ്ണു ജി രഞ്ജിത്ത്. പഠിക്കൂ പഠിക്കൂ
പഠിച്ചുകൊണ്ടിരിക്കും.